എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് അവൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പിയും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് കേട്ടോ. സാധാരണ നമ്മൾ വട ഉണ്ടാക്കിയെടുക്കുന്നത് ഉഴുന്ന് കുതിർത്ത് അരച്ചിട്ടൊക്കെയാണ്. എന്നാൽ ഈ ഒരു വടയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവലുണ്ടെന്നുണ്ടെങ്കിൽ വെറും 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു അവൽ കൊണ്ടിട്ടുള്ള വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ 2 കപ്പോളം വരുന്ന വെള്ള അവൽ ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇതിലോട്ട് ഇനി 2 കപ്പോളം വരുന്ന സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു അവൽ നമുക്ക് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 1-2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കുതിർത്തെടുത്തിട്ടുള്ള ഈ ഒരു അവൽ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ അവൽ ഇതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇടുന്ന സമയത്ത് ഈ ഒരു വെള്ളം നമുക്ക് എത്രത്തോളം കളയാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം വെള്ളം നന്നായിട്ട് കളഞ്ഞെടുത്തിട്ട് വേണം അവൽ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു അവൽ നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇത്തിരി തടികളോട് കൂടി വേണം നമ്മൾ ഈ ഒരു അവൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുത്ത ഈ ഒരു അവലിലോട്ടിന് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയാണ്, എന്തായാലും കുഴപ്പമില്ല. അതപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതേപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. അതേപോലെ ഈ ഒരു വടക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഞാൻ ഈ ഒരു സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ക്രഷ്ഡ് ആയിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞു പോകരുത്. നമ്മളിതുപോലെ ചെറിയ ചെറിയ തരികളായിട്ട് വേണം കുരുമുളക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ. തൈര് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈര്, അതിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. ആ ഒരു അവലിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇതുപോലെ കുഴച്ചിട്ടെടുക്കാം. കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇനി ഈ ഒരു മാവ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ 2 കൈ നന്നായിട്ട് വെള്ളത്തിൽ ഇതുപോലെ അങ്ങോട്ട് നനച്ചിട്ടെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു മാവ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ക്രാക്കൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. എന്നിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ചൂണ്ടുവിരൽ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നടുക്ക് ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഈസിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, എന്നാൽ ചെയ്ത് വരുന്ന സമയത്ത് അതങ്ങോട്ട് റെഡി ആയിക്കൊള്ളും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉഴുന്ന് വടയ്ക്കുള്ള ആ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഒരു തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. എങ്കിൽ 2 സൈഡും അതേപോലെ ഉള്ളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വരുള്ളൂ കേട്ടോ. അവലായതുകൊണ്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വശം നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഇനി ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റി കൊടുത്തേക്കാം.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അവൽ വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേസമയം മുള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വടയ്ക്ക് നമ്മൾ ഉഴുന്ന് അരയ്ക്കുകയോ കുതിർക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വൈകുന്നേരങ്ങളിൽ ചായക്ക് എന്തുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന സമയം മാത്രം മതി നമുക്ക് ഈ ഒരു വട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. പിന്നെ ഈ ഒരു വട ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഗുഡ് വേൾഡ്. ബൈ.